അസ്മദ്ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതിയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ക്ലീം കൃഷ്ണായ പരമാത്മനേ നമഃ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളേവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മൾ പാരായണം ചെയ്യുന്നത് മോഹമ്മദ് സ്കന്ധം. ഇന്നു മുതൽ അംബരീഷ ചരിതം ആരംഭിക്കുകയായി. അംബരീഷ ചരിതം പറയാൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ശ്രീമദ് ഭാഗവതം, ശ്രീമദ് വ്യാസഭാഗവതം ശുക്രാചാര്യരിൽ കൂടി നഭാഗന്റെ കപടമില്ലായ്മയെയും അതുനിമിത്തം ഭഗവാൻ ശ്രീരുദ്രൻ അദ്ദേഹത്തിൽ പ്രസാദിച്ചതുമായ ആ കഥ വിവരം പറയുകയാണ്. അതിനുശേഷം അതൊരു ചാപ്റ്ററാണ്. അതിനുശേഷമാണ് അംബരീഷന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് അംബരീഷ ചരിത്രത്തിലേക്ക് പോകാം. സന്ദർഭം പോലെ ഈ വിഷയത്തെ വീണ്ടും നമുക്ക് അവലോകനം ചെയ്യാം. അവിടെ പറയുന്നു, പിന്നെ നാഭാഗനു നന്ദനായുടൻ ഉന്നതനായും അംബർഷനാം നൃപൻ. നഭാഗന്റെ പുത്രനായിട്ട് അംബർഷൻ ഉണ്ടായ കഥയാണ് പറയുന്നത്. സപ്തദ്വീപാധിപനായി പ്രജകൾക്ക് കൽപകശാഖിവൽ രക്ഷിച്ചിരുന്നവൻ. ഈ അംബരീഷൻ നമ്മുടെ പൂർവികരാരും തന്നെ ഇതിനു മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവികരാരും തന്നെ ഭാരതം മാത്രമായിട്ട് ഭരിച്ചിരുന്നവരായിരുന്നില്ല. ഈ ഭൂമണ്ഡലത്തിനെ മുഴുവൻ ഭരിച്ചവരായിരുന്നു. അങ്ങനെ അംബർഷനും സപ്തദ്വീപാധിപനായി 7 സമുദ്രങ്ങൾക്കും അധിപനായി. 7 സമുദ്രം മര്യാദ സമുദ്രങ്ങളാണ്, അതിരുകളാണ്, പർവ്വതങ്ങളെ പോലെ തന്നെ. അപ്പോ ആ 7 സമുദ്രങ്ങളെയും അതിരുകളായി ഭരിച്ചു എന്ന് പറയുമ്പോൾ ഈ ധരണിക്ക് ഏകനാഥനായിട്ട്, ഏകഛത്രാധിപതിയായിട്ട് ഭരിച്ചിരുന്ന കാലം എന്നു മാത്രമല്ല, തന്റെ പ്രജകളെ ഒക്കെയും കൽപകശാഖിവൽ, കൽപ്പക ശാഖയെ പോലെ എന്നുള്ള കൽപ്പക വൃക്ഷത്തെ പോലെ, കൽപ്പക ശാഖവത്. സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ശാഖവത്, മലയാളത്തിൽ അത് ശാഖവൽ. കൽപ്പവൃക്ഷത്തെ എന്ന പോലെ കൽപ്പവൃക്ഷം താൻ ആഗ്രഹിക്കുന്നതിനെല്ലാം തരുന്നതാണ്. അങ്ങനെ പ്രജകളുടെ ക്ഷേമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജാവായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം പറയുന്നത്. ദേവവൃക്ഷത്തിന് തുല്യമായിരുന്നു അംബരീഷ ചക്രവർത്തി എന്ന് പറയാൻ വേണ്ടിയാ. കൽപകശാഖിവ രക്ഷിച്ചിരുന്നവൻ നിത്യ ജഗൽപതി നാരായണൻ പദഭക്തി മുഴുത്തുരമിച്ച അവൻ തന്നുടെ ശുദ്ധ ഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരോ ചക്രോ വിധേയമാക്കി കൊടുത്തിടിനാൻ. ശുദ്ധഹൃതിയോടുകൂടി ഭഗവത് പൂജ ചെയ്യുന്ന, ഭഗവാന്റെ ആരാധന ചെയ്യുന്ന, യാതൊന്ന് ചെയ്യുന്നുവോ അതെല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുന്നതാണ് ശരിക്കും ശുദ്ധഗതിയുടെ ആധാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പൂജകളും അർച്ചനകളും എല്ലാം ഭഗവത് ചിന്തനത്തോടുകൂടി, യാതൊന്നു ചെയ്യുവതൊന്നു നാരായണ അർച്ചനകൾ ചെയ്യുന്നതെല്ലാം നാരായണന്റെ അർച്ചനകള്, കേൾക്കുന്നത് നാരായണനാമങ്ങള്, ചൊല്ലുന്നത് ഭഗവത് സ്തുതികള്. ഇപ്രകാരം സംശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവനാണ് ശുദ്ധ ഹൃദയൻ. അദ്ദേഹം അങ്ങനെ അംബരീഷൻ സംശുദ്ധനായ ഹൃദയത്തോടു കൂടിയ ഭക്തിമാനായിരുന്നു. ആ ഭക്തി കണ്ടിട്ട് ഭഗവാൻ സാക്ഷാൽ വൈകുണ്ഠനാഥനായി സ്വീകരിക്കെ അദ്ദേഹത്തിൽ കാരുണ്യമുണ്ടായി, അദ്ദേഹത്തിൽ സ്നേഹമുണ്ടായി, അദ്ദേഹത്തിനോട് ഭഗവാന് എന്തെന്നില്ലാത്ത ഇഷ്ടമുണ്ടായി. ഭഗവാൻ എന്ത് ചെയ്തു? ഈ തന്റെ ഭക്തന് ഒരാപത്തും വന്നണയാതിരിക്കുന്നതിനായിട്ട്
അദ്ദേഹം തന്നെ ഭഗവാന്റെ തൃച്ചക്രത്തെ അംബരീഷന് വിധേയമാക്കി കൊടുത്തു. അംബരീഷൻ ആപത്ത് വരുമ്പോൾ അംബരീഷനെ തൃച്ചക്രം രക്ഷിക്കട്ടെ എന്നുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മള് ഇതിനു മുന്നിൽ നാരായണ കവചമൊക്കെ വായിക്കുമ്പോൾ ചക്രം, ഗദ ഇതെല്ലാം നമ്മളെ ഓരോ ഭാഗത്ത് നിന്ന് രക്ഷിക്കാൻ പറയും. ഇവിടെ അദ്ദേഹത്തിന്റെ ലലാടത്തില് അല്ലെങ്കിൽ നെറ്റിത്തടത്തിലാണ് ചക്രത്തിന് ഭഗവാൻ ആസ്ഥാനം കൊടുത്തിരുന്നത്. ശുദ്ധ ഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരമോ ചക്രം വിധേയമാക്കി കൊടുത്തിടിനാൻ ഭക്തിയും മേന്മേൽ വളർന്നിതു ഭൂപനും ഭക്തപ്രിയാനുഗ്രഹത്താൽ അതിശയമുജ്വലിച്ചിടിനാൻ അപൃഥ്വീശനും. ഭഗവാന്റെ അനുഗ്രഹം പ്രത്യക്ഷത്തിൽ അംബരീഷന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭക്തി കൊണ്ട് താൻ ഏറ്റവും താഴ്ന്ന രീതിയിൽ ഭഗവത് സമർപ്പണമായിട്ട് ജീവിക്കുന്ന താൻ ഏറ്റവും ഉയർന്നവനായി തീർന്നു. കാരണം ഭക്തിയാണ് അതിന്റെ അടിസ്ഥാനം. എന്നു മാത്രമല്ല, ഭഗവാന്റെ ചക്രം വിധേയമായ ആ വ്യക്തി മറ്റൊരു സൂര്യനെ പോലെ തന്നെ ശോഭിക്കുന്നവനായിരുന്നു. ഭക്തി ദിവസം തോറും ഏറി വരികയായിരുന്നു. നമുക്കങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടായാൽ പിന്നെ നമ്മള് ഞാനാണെന്ന് അഹങ്കരിക്കുന്ന കാലമാണ്. ഇവിടെ സാക്ഷാൽ ശ്രീഹരിയുടെ തൃച്ചക്രം തനിക്ക് വിധേയമായിട്ടും ഭക്തിയിൽ നിന്ന് ഒരു സ്വല്പം പോലും മാറാതെ ഭഗവത് ചിന്തനം കൊണ്ടും സമ്പൂർണ്ണ ഭക്തി വളർന്ന് താൻ വളരെ പ്രശോഭിക്കുന്നവനായി തീർന്നു. ഏകാദശി വ്രതം ദീക്ഷിച്ചു ഭക്തനായി ആരുടെ സിദ്ധ്യർത്ഥ സാധ്യനായുള്ളവൻ ലോകങ്ങളെല്ലാം അടക്കി വാഴുന്ന നാൾ ആകുലനായി ചമഞ്ഞു പാകവരിയോ. ആരൂഢ സിദ്ധ്യർത്ഥനായി താൻ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് അതിനെ ലഭിച്ച ഇഷ്ടകാമനായി തീർന്ന ആ അംബരീഷൻ ശ്രദ്ധാഭക്തിയോടുകൂടി ഏകാദശി വ്രതം നോക്കി. ഏകാദശി വ്രതത്തിന്റെ മഹത്വമാണ് പറയുന്നത്. ഇന്ദ്ര പദവി പോലും ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഏകാദശി വ്രതം. അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഏകാദശി വ്രതം, എങ്ങനെയാണ് വ്രതം നോക്കേണ്ടതെന്ന് പറയാം. അദ്ദേഹത്തിന്റെ നിരന്തരമായ ആ ഏകാദശി വ്രതത്തിന്റെ അനുഷ്ഠാനം കണ്ടപ്പോൾ ദേവേന്ദ്രന് ഉള്ളിൽ ഭീതിയായി. അദ്ദേഹത്തിന് തോന്നി, ഇപ്രകാരം ഏകാദശി നോക്കി കഴിഞ്ഞാൽ ഈ അംബരീഷൻ നാളെ ഇന്ദ്രനായിട്ട് വരുമ്പോൾ തനിക്ക് പദഭ്രംശമുണ്ടാകും. തന്റെ ഇന്ദ്രത്വം അല്ലെങ്കിൽ ഇന്ദ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അതിന് ആരെയെങ്കിലും ഒന്നും ആശ്രയിച്ച് അംബരീഷന്റെ വ്രതത്തിന് ഭംഗം വരുത്തണം എന്ന് കണ്ടു. ആകുലനായി ചമഞ്ഞു പാകവരിയോ ഇന്ദ്രപദം മമതാനടക്കിടുവനുണ്ട് ഇന്നവൻ ശക്തനെന്നോർത്ത് അമരേന്ദ്രനോ കിന്നനായി അംബർഷ ഭൂപതി തൻ വൃതത്തിനു ഭംഗം വരുത്തിയിടുവാൻ എന്തൊന്നു നല്ലതെന്നുള്ളതെന്നോ ഉള്ളതെന്നോർത്ത് തന്നുള്ളിലുള്ള അല്ലൽ ദുർവാസാവിനോട് ചൊല്ലിടിന. എന്താണ് അംബരീഷന്റെ വൃതഭംഗം ഒന്ന് വരുത്തുവാൻ ആവുന്നതെല്ലാം ചിന്തിച്ചിട്ട് തനിക്കൊരു ഉപായവും കിട്ടുന്നില്ല. അപ്പോഴാണ് മുന്നില് ഭഗവാൻ ദുർവാസാവിനെ കണ്ടത്. പെട്ടെന്ന് തന്റെ ദുഃഖമെല്ലാം ദുർവാസാവിനോട് ഇന്ദ്രൻ പറയുകയാണ്, ഇപ്രകാരം അംബരീഷൻ വ്രതം നോക്കിയാൽ അല്ലയോ ഭഗവാനെ, എന്റെ ഇന്ദ്രപദവിയായിരിക്കും നഷ്ടമാകുന്നത്. അതിന് അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആ പ്രാർത്ഥന ദുർവാസാവിന്റെ മുന്നിൽ വെക്കുകയാണ് ഇന്ദ്രൻ.